പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु यीशु मसीह के नाम को महिमा मिलने पाए। ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. एक अच्छे अवसर के लिए मैं परमेश्वर का धन्यवाद करता हूँ। ഇന്നത്തെ പകൽക്കാലത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് 19-ാം സങ്കീർത്തനം 1-ാം വചനമാണ് നമ്മൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. आज के हमारे सीख के लिए, आज के वचन के लिए हम जो अध्याय पढ़ेंगे भजन संगीता उसका 19वां अध्याय, उसके पहले वचन में इस प्रकार लिखा है। ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. इस प्रकार इस अध्याय में, इस आयत में इस प्रकार लिखा है, आकाश ईश्वर की महिमा वर्णन कर रहा है और आकाश मंडल उसकी हस्तकला को प्रकट कर रहा है। ഇന്ന് പകൽക്കാലം നമ്മുടെ മെയിൻ ചിന്താവിഷയം എന്ന് പറയുന്നത് आज ദൈവത്തിൻ്റെ റെവലേഷൻ, ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. आज हमारा जो मुख्य विषय सीखने का वो है, वो परमेश्वर का प्रकाशन, कि परमेश्वर ने प्रभु यीशु मसीह को हमारे लिए प्रकट कर दिया। നാം ദൈവത്തിനെ സ്തോത്രം ചെയ്യുവാനുള്ള പ്രധാന കാരണം ഇതാണ്. हमें परमेश्वर की स्तुति करने के लिए मुख्य कारण यही है। സർവശക്തനായ ദൈവം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. परमेश्वर ने अपने आप को, अपने जैसे ही अपने आप को अपने स्वरूप में एक व्यक्ति को हमारे सामने प्रकट किया। ഒരു പാട്ടുകാരൻ്റെ പാട്ടിലൂടെയാണ് നമ്മൾ ആ പാട്ടുകാരൻ നല്ല ഒരു പാട്ടുകാരനാണെന്ന് മനസ്സിലാവുന്നത്. एक गीतकार के गीत को सुनने कारण ही, सुनने से ही हम ये समझ सकते हैं कि वो गीतकार कितना अच्छा गाता है। ഒരു ശില്പിയുടെ ശില്പം കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ശില്പി മഹാനാണ്. वो जो एक हस्तकला, जो कारीगर के कारीगरी को हम देखकर ही हम समझ सकते हैं कि वो कारीगर कितना अच्छा कारीगर है। അങ്ങനെയാണ് ലോകത്തിൽ നമ്മൾ പലരെയും തിരിച്ചറിയുന്നത്. उसी प्रकार हम भी संसार में, दुनिया में अलग अलग लोगों को अलग अलग तरीके से पहचान जाते हैं। സ്വർഗത്തിലെ ദൈവം അത്യുന്നതനാണെന്ന് ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ പ്രപഞ്ച സൃഷ്ടി മുഖാന്തരമായിട്ടാണ്. वो परमेश्वर ने अपने आप को प्रकट करने के लिए, वो परमेश्वर ने हमें एक जरिया दिया, एक कारण दिया कि परमेश्वर ने इस संसार की रचना करी। അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. और उसी प्रकार वचन में पहला उत्पत्ति, इसका पहला अध्याय के पहले वचन में लिखा है कि आदि में परमेश्वर ने सारी सृष्टि की रचना करी। സർവശക്തനായ ദൈവം തന്നെ വെളിപ്പെടുത്തിയത് ഈ യൂണിവേഴ്സിലൂടെ, ഈ സൃഷ്ടിയിലൂടെയാണ്. ഇതിന് നാച്ചുറൽ റെവലേഷൻ എന്ന് പറയും. परमेश्वर ने अपने महिमा को, अपने प्रकाशन को एक जरिए से, एक तरीके से हमारे सामने प्रकट किया। वो परमेश्वर की रचना के द्वारा हम इस बात को देख सकते हैं। ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവത്തെ അറിയുവാനുള്ള ഒരു വഴിയാണ് ഈ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത്. इस संसार में हर एक व्यक्ति जो जन्म लेता है वो इस बात को देख सकता है, परमेश्वर की महिमा को, परमेश्वर के प्रकाशन को इस सृष्टि के द्वारा हर एक व्यक्ति देख सकता है। ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല എനിക്ക് ദൈവത്തെ അറിയത്തില്ല എന്ന്. കാരണം തന്റെ സൃഷ്ടി മുഖാന്തരം ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. इस संसार में कोई भी जो जन्म लेता है, जो जीता है, जो मरता है, वो ये नहीं कह सकता कि मैं परमेश्वर को नहीं जानता, क्योंकि इस सृष्टि के द्वारा वो परमेश्वर को जान सकता है। എന്നാൽ രണ്ടാമത്തെ കാര്യം പറയുന്നത് 19-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്നാണ്. इसी 19वें अध्याय के 7वें वचन में इस प्रकार लिखा है, यहोवा की व्यवस्था खरी है, वो प्राण को बहाल कर देती है, यहोवा के नियम विश्वास योग्य हैं, साधारण लोगों को बुद्धिमान बना देते हैं। ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. और ये हम दूसरा विषय सीख सकते हैं कि परमेश्वर ने अपने आप को वचन के द्वारा हमारे सामने प्रकाशित किया, अपने आप को हमारे सामने प्रकट किया। 66 പുസ്തകങ്ങളിലൂടെ ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലിപ്പവും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. सभी किताबों जो बाइबल में है, उन सभी किताबों में परमेश्वर ने अपने आप को एक प्रकट किया, अपने प्रकाशन के द्वारा इस बात को प्रभु ने प्रकट किया। ഈ ബൈബിൾ വായിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാകുന്നു സർവശക്തനായ ദൈവം ആരാണ്. इस बाइबल को पढ़ने वाला हर एक व्यक्ति इस बात को समझ सकता है कि परमेश्वर महान कौन है। ഇതാണ് രണ്ടാമത്തെ റെവലേഷൻ, സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുന്നത്. ये दूसरा विशेष प्रकाशन जो परमेश्वर ने हमें दिया है। എന്നാൽ അവസാനത്തെയും മൂന്നാമത്തെയുമായിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം
ഒന്നാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. और तीसरे प्रकाशन के तौर पे परमेश्वर ने इस बात को प्रकट किया. हम पढ़ सकते हैं यूहन्ना रचित सुसमाचार उसका पहला अध्याय उसके 18वें वचन में इस प्रकार लिखा हुआ है. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. परमेश्वर को किसी ने कभी भी नहीं देखा. തന്റെ മടിയിലിരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തി. लेकिन जो परमेश्वर की गोद में बैठा प्रभु यीशु मसीह ने परमेश्वर को हमारे सामने प्रकट किया. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഫൈനൽ ആൻഡ് അൾട്ടിമേറ്റ് സ്പെഷ്യൽ റെവലേഷൻ. प्रभु यीशु मसीह ही अपने आप में एक बहुत बड़ा अंतिम प्रकाशन है. എബ്രായ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. इब्रानी किताब उसका पहला अध्याय उसके पहले वचन में इस प्रकार लिखा हुआ है. ദൈവം ഭാഗമായി പ്രവാചകൻ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. परमेश्वर ने किस प्रकार भाग में हमारे पिताओं से पुरखाओं से भविष्यवक्ताओं से हमसे बात किया. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചിരിക്കുന്നു. लेकिन अंत के दिनों में ऐसा है कि प्रभु यीशु मसीह के द्वारा वो हमें हमारे सामने प्रकट किया है. യേശു ക്രിസ്തുവാണ് ആത്യന്തികമായിട്ടുള്ള പരമപ്രധാനമായിരിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാട്. परमेश्वर के द्वारा दिया हुआ आखिरी और महान प्रकाशन के तौर पे हम प्रभु यीशु मसीह को देख सकते हैं. പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. हम परमेश्वर को कैसे देख सकते हैं? हम परमेश्वर को प्रभु यीशु मसीह के तरीके से परमेश्वर यीशु मसीह को देखकर हम परमेश्वर को देख सकते हैं. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും നിറഞ്ഞിരിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. वो हम पौलुस इस प्रकार कहता है परमेश्वर की महिमा और परमेश्वर का प्रकाश और परमेश्वर की सभी बातों को स्वर्गीय बातों को हम प्रभु यीशु मसीह के द्वारा देख सकते हैं. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. तो इस प्रकार प्रभु यीशु मसीह कहता है जिसने मुझे देखा उसने परमेश्वर को भी देखा है. ഇതാണ് അവസാനത്തെ रेवलेशन എന്ന് പറഞ്ഞ ക്രിസ്തുവാണ് ദൈവത്തിന്റെ പൂർണ്ണ സംഭവം. इस बात से हम ये सीख सकते हैं कि प्रभु यीशु मसीह ही अंतिम और आखिरी प्रकाशन है. അത് ആദ്യം ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ചമാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. और हम पहले विषय हम जैसे प्रकार हम सीख रहे थे कि इस सृष्टि के द्वारा इस आकाश मंडल के द्वारा परमेश्वर ने अपने प्रकाशन को हमें दिया. രണ്ടാമതായി ദൈവത്തിന്റെ വചനമാണ് ഒരു സ്പെഷ്യൽ ആയിരിക്കുന്ന അല്ലെ ഉന്നതമായ വെളിപ്പെടുത്തൽ എന്ന് और പറയുന്നത്. दूसरा हम देख सकते हैं परमेश्वर के वचन के द्वारा परमेश्वर ने अपना प्रकाशन दिया, अपने आप को हमारे सामने प्रकट किया. അവസാനമായി പറഞ്ഞത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ദൈവത്തെ വെളിപ്പെടുത്തി പിതാവായ ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നിട്ട്. और आखिर में हम देखते हैं परमेश्वर को प्रभु यीशु मसीह ने हमारे सामने प्रकट किया. യേശുവിലൂടെ കടന്നു വന്ന നമ്മളെല്ലാവരും ധന്യരാണ്. हम जब प्रभु यीशु मसीह को जानकर परमेश्वर से मिले हम सब धन्य हैं. ആരെങ്കിലും യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിൽ, ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിലൂടെ പിതാവിനെ കാണുവാനും ഈ നിത്യ राज्य प्रवेशिക്കുവാനും ഇടയാകും. और जो प्रभु को नहीं जानते हैं, जो प्रभु यीशु मसीह को नहीं जानते, जो परमेश्वर को नहीं जानते हैं, वो अनंत जीवन के उस अनुभव को अनुभव करने के लिए प्रभु यीशु मसीह से जान सकते हैं. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ആരെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് പിതാവിനെ കാണുവാനും നിത്യമായ വാസത്തിലേക്ക് പ്രവേശിക്കുവാനും ഇടയാകും. अगर आज आप में से किसी व्यक्ति ने प्रभु यीशु मसीह को अपना उद्धारकर्ता के तौर पे ग्रहण नहीं किया है, तो आज आप परमेश्वर को उस अंतिम जीवन में, अनंत जीवन में हम उस बात को देखने के लिए, अनुभव करने के लिए आज हमारे पास एक मौका है. ദൈവം ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. प्रभु ने हमारे ही भलाई के लिए, हमारे ही उद्धार के लिए इन सभी चीजों का प्रबंध किया. ഇതിന്റെ ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്. और आखिरी में इस प्रकार यहाँ इसी 19वें अध्याय के आखिरी में इस प्रकार लिखा है कि मैं परमेश्वर ने मुझे इस प्रकार क्यों दिया. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിഷ്കളങ്കരും കുറ്റമറ്റവരുമായി ജീവിച്ച കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കണമെന്നാണ്. और इस प्रकार है कि जो अपने आप पापी हैं, जो अपने आप में बड़े ही संसार में वो फंसे हुए हैं, वो अपने आप को पश्चाताप कर वो प्रभु के पास जा सकते हैं. പാപിയായ ഒരു മനുഷ്യൻ ഒരിക്കലും സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. एक पापी व्यक्ति कभी भी स्वर्ग में प्रवेश नहीं कर सकता. എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തിലൂടെയും ഈ പ്രകൃതിയിലൂടെയും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെയും പാപബോധം നാം ഏറ്റെടുത്ത് പാപത്തിന് പരിഹാരം നാം കണ്ടെത്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കുറ്റമറ്റ ജീവിതം നയിച്ച് നിത്യതയിൽ പ്രവേശിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. परमेश्वर से ये चाहता है कि सृष्टि के द्वारा, आकाश मंडल के द्वारा और वचन के द्वारा और प्रभु परमेश्वर के बेटे इकलौते पुत्र यीशु मसीह के द्वारा हम उस परमेश्वर की बातों को, परमेश्वर के उस महिमा को, परमेश्वर के उस प्रकाशन को, अनंत जीवन के अनुभव को अनुभव करने के लिए परमेश्वर हमें आप में से हर एक को चाहता है.
ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. प्रभु इस वचन के द्वारा आप सभी को आशीष करें. കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. हम अपने आप को परमेश्वर के उस महिमा के सामने, परमेश्वर की उपस्थिति के सामने समर्पित करें. ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ നമുക്ക് അർപ്പിക്കാം. वो परमेश्वर के सामने हम स्तुति और धन्यवाद करें. ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് പാപമോചനമോ രക്ഷയോ നിത്യജീവനോ ലഭിക്കത്തില്ലായിരുന്നു. अगर प्रभु यीशु मसीह का प्रकाशन प्रकट हमारे सामने नहीं होता तो हम कभी भी अपने पापों से उद्धार नहीं पा सकते थे. ദൈവം തന്നെ കുറിച്ച് പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തിയും और परमेश्वर ने अपने आप को इस संसार में सृष्टि के द्वारा, आकाश मंडल के द्वारा प्रकट किया. ദൈവത്തിന്റെ വചനത്തിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നു. वो परमेश्वर ने अपने आप को परमेश्वर के वचन के द्वारा हमारे सामने प्रकट किया. ഒടുവിലായ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വീണ്ടെടുപ്പും രക്ഷയും സാധിപ്പിച്ചിരിക്കുന്നു. और आखिर में अपने इकलौते पुत्र प्रभु यीशु मसीह को भेजकर अपने हमारे पापों से उद्धार करने के लिए अपने आप को दे दिया. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം. इसलिए हम परमेश्वर के सामने धन्यवाद योग्य, धन्यवादी हृदय के साथ अपने जीवन को व्यतीत करें. നിർമ്മലരും നിഷ്കളങ്കരുമായി നമുക്ക് ജീവിക്കാം. हम बिना पाप के, बिना किसी दाग धब्बे के अपने जीवन को हम व्यतीत करें. അനുദിനം ഈ ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. और हर दिन हम इस वचन को हम ध्यान करें, मनन करें. എല്ലാ ദിവസവും യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. हर दिन परमेश्वर के साथ प्रभु यीशु मसीह से हम प्रार्थना करें. പിതാവ് ചെയ്ത ഉപകാരത്തിനായി നന്ദി അറിയട്ടെ. परमेश्वर के द्वारा दिए गए उपकारों को हम याद करके परमेश्वर को धन्यवाद ഈ करें. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. इस वचन के द्वारा परमेश्वर आप सबको आशीष करे. ആമേൻ. आमेन.